ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ചിക്മംഗ്ലൂർ ആണ് കേട്ടോ. ചിക്മംഗ്ലൂർ ഉള്ള ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രിക്ക് അപ്പോൾ ഇവിടെ എത്തി കേട്ടോ ഗൈസ്. ഒരു 1000 കിലോമീറ്റർ റൈഡായിരുന്നു. അടിപൊളി ജേണി ആയിരുന്നു കേട്ടോ. അപ്പം ചിക്മംഗ്ലൂർ ഇന്ന് അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി ആ ഒരു റേഞ്ചാണ് കേട്ടോ ഗൈസ്. ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സ്റ്റേയുടെ, ഈ ഒരു ഫോറസ്റ്റ് സ്റ്റേ ഇവിടെ ദ റെഡ്ഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുടെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ റെഡ്ഡി സ്റ്റേയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ അത് മാത്രമല്ല, ചിക്മംഗ്ലൂരിൽ നമുക്ക് കുറേ യുണീക്ക് സ്പോട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ അതും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗൈസ്, എന്തായാലും നമുക്ക് ഇനി നമ്മുടെ റൂംസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തത്തിൽ 9 റൂംസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ 4 റൂംസ് ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ നമുക്ക് ഏകദേശം ഒരു 50 പേരെയൊക്കെ ഒരുമിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പായിട്ടും, ഇപ്പം ഫാമിലി ഒരു ഗ്രൂപ്പായിട്ട് വന്നാലും ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് വന്നാലും സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് ഈ റെഡ്ഡീസ് ഹോം സ്റ്റേ. അപ്പോൾ എന്തായാലും നമുക്ക് റൂംസ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ലിവിൻ നല്ല ഉപ്പുമായും ചിക്കൻ കറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റൂംസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, 2 വലിയ ബെഡ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 4 പേർക്കൊക്കെ ഒരു റൂമിൽ കിടക്കാൻ പറ്റും. വലിയൊരു വാർഡ്രോബ് ഉണ്ട്, TV ഉണ്ട്. പിന്നെ ബാത്റൂമും അത്യാവശ്യം നല്ല നീറ്റ് ബാത്റൂംസ് ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലാണ് നമുക്ക് 4 റൂംസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള 5 റൂംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ബാക്കിലാണ് കേട്ടോ ഗൈസ്. ഇതേപോലെ സെയിം തന്നെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ സെയിം അതേപോലത്തെ റൂംസ് തന്നെയാണ് ബാക്കിലും വരുന്നത്. ഏകദേശം നമുക്ക് ഇവിടെ 4-5 പേർക്ക് തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. വലിയ റൂമാണ്, നല്ല സ്പേഷ്യസ് റൂംസ് ആണ് കേട്ടോ ഗൈസ്. മൊത്തത്തിൽ ഇതാണ് ബാത്റൂം നല്ല സ്പേഷ്യസ് ആണ് ഗൈസ്. പിന്നെ ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം പുള്ളി ഇവിടെ കുറച്ച് പ്ലാന്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്ലാന്റേഷൻ സ്റ്റേ ആണ് കേട്ടോ ഗൈസ്. ഇവിടെ ചുറ്റും നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ കുരുമുളക് കൃഷി, പിന്നെ കോഫി, പിന്നെ ടീ, അങ്ങനെ കുറേ പ്ലാന്റേഷൻസ് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പം സ്വിമ്മിംഗ് പൂൾ, ഇപ്പം നിങ്ങൾക്കിപ്പം കാണുമ്പോൾ അറിയാം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂളിന്റെ വർക്ക് ഗോയിങ് ഓൺ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്യൂച്ചറിൽ പൂളും സ്വിമ്മിംഗ് പൂളും വരാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. 20 ഡേയ്സിനുള്ളിൽ ഈ പൂള് വരുമെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ചിക്മംഗ്ലൂർ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു യുണീക്ക് സ്റ്റേ ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഗൈസ്, ഇപ്പൊ നമുക്ക് നമ്മുടെ റെഡ്ഡീസ് ഹോം സ്റ്റേയുടെ നമ്മുടെ ഓണർ കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പുള്ളിയോട് തന്നെ ചോദിക്കാം ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയിൽ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തതെന്നും പിന്നെ എത്ര ഗസ്റ്റിനെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നും. അപ്പം പുള്ളിയാണ് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം പുള്ളി സ്വന്തമായിട്ടാണ് ചെയ്യണം. അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുള്ളിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ಇದು ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಾ ಇದ್ದೀನಿ. ದಿ ರೆಡ್ಡಿ ಹೋಮ್ ಸ್ಟೇ, ಕಳವಾಸೆ, ನಿಯರ್ ಮುತ್ತೋಡಿ ಫಾರೆಸ್ಟ್, ಚಿಕ್ಕಮಂಗ್ಳೂರು ಟು 36 ಕಿಲೋಮೀಟರ್ಸ್. ಇಲ್ಲಿ ಬಂದರೆ ಅನ್ಲಿಮಿಟೆಡ್ ಫುಡ್ಡು, ವೆಜ್ ಆ್ಯಂಡ್ ನಾನ್ ವೆಜ್, ಓನ್ಲಿ ಚಿಕನ್ ಐಟಮ್. ಎಕ್ಸ್ಟ್ರಾ ಏನಾದ್ರು ಬೇಕಾದರೆ ನಾನು ಅದು ಮಾಡ್ಕೊಡ್ತೀನಿ. ಜಸ್ಟ್ ಫೋನ್ ಮಾಡ್ಬೇಕು ನನಗೆ. ನಿಮಗೆ ನಿಮ್ಮ ಮನೇಲಿ ಏನಿದೆಯೋ ಅದು ಸೇಮ್ ಊಟ ನಾನು ಕೊಡ್ತೀನಿ, ನಿಮಗೆ ಗ್ಯಾರಂಟಿ ಕೊಡ್ತೀನಿ. 100% ഷൂർ. സാക്കാ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ചിക്മംഗ്ലൂർ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ അകത്തുള്ള ഒരു സ്റ്റേ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ റെഡ്ഡീസ് ഹോം സ്റ്റേയിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ കേട്ടോ ഗൈസ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പുള്ളിക്കാരനെ വിളിച്ചാൽ മതി. ഇന്നലെ നമുക്ക് സ്പെഷ്യലായിട്ട് പോർക്കൊക്കെ പുള്ളി ഉണ്ടാക്കി തന്നു കേട്ടോ ഗൈസ്. അടിപൊളിയായിരുന്നു ആ ഫുഡ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ താമസിക്കണോ, ചിക്മംഗ്ലൂർ വന്നിട്ട് ഒരു യുണീക്ക് സ്റ്റേ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിയാണ് ഇതിന്റെ ഓണർ കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ.
അപ്പോൾ ഗൈസ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ വി ആർ മലയാളിയുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. ഞാൻ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വി ആർ മലയാളിയുടെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാമെന്ന് ഓണർ ഏറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളതാ ഇപ്പോൾ ബാബ ബുധൻഗിരി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഒരു ട്രെക്കിംഗ് സ്പോട്ടുണ്ട്. അപ്പോൾ ഈ ട്രെക്കിംഗ് സ്പോട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. ഇവിടുന്ന് 40 കിലോമീറ്റർ അല്ലേ ലിവിനെ? 40 കിലോമീറ്റർ ഡിസ്റ്റൻസ്. എല്ലാം സെറ്റ് റെഡിയാണ്. അങ്ങനെ ഗൈസ് നമ്മളത് കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ നമ്മളിത് ഇപ്പോൾ കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഭദ്ര ടൈഗർ റിസർവിന്റെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ഈ ഒരു ടൈഗർ റിസർവിന്റെ അകത്തൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോറസ്റ്റ് വൈബൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഇതിന്റെ അകത്തൂടെ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വേണം ആ ഒരു ബാബ ബുധൻഗിരി പീക്ക് എത്താനായിട്ട് കേട്ടോ ഗൈസ്. ഒരു വ്യൂ പോയിന്റും പിന്നെ കുറച്ച് ട്രെക്കിംഗ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളത് ഇപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഈ പോകുന്ന റൂട്ട് നമുക്ക് ഇതേപോലെ അടിപൊളി ചെറിയ ചെറിയ ഓഫ് റോഡ്സ് കിട്ടും കേട്ടോ ഗൈസ്. ഈ പോകുന്ന റൂട്ട് ഭയങ്കര രസമാണ് ഇതേപോലത്തെ ഓഫ് റോഡ് ട്രയൽസ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ലിബിന്റെ ഹിമാലയനാണ് കേട്ടോ ഗൈസ്. അതാണ് ഞാൻ ഇത്ര സന്തോഷത്തോടെ ഞാൻ ഈ ഓഫ് റോഡ് ഓടിക്കുന്നത്. എൻ്റെ മിറ്റിയോർ ആണെങ്കിൽ കറക്റ്റ് നടുവിന് ഇടി കിട്ടും കേട്ടോ ഗൈസ്. കാര്യം സസ്പെൻഷൻ ഒട്ടും പോരാ മിറ്റിയോറിൻ്റെ ഇങ്ങനത്തെ ഓഫ് റോഡ് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഹിമാലയൻ ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ട്രയൽ എന്തായാലും. അപ്പോൾ ഇത് ചിക്മംഗ്ലൂരിൽ നിന്ന് നമ്മൾ ബാബ ബുധൻഗിരി റൂട്ട് പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ ഗൈസ്. ഭദ്ര ടൈഗർ റിസർവിന്റെ അകത്തായിട്ട് വരും ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് സൈഡും നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുൾ കോഫി പ്ലാന്റേഷൻ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ചിക്മംഗ്ലൂർ അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് കോഫി എന്നാണ്. അപ്പോൾ ഈ ഒരു ചിക്മംഗ്ലൂർ ഇത്രയും കൂടുതൽ ഈ കോഫി പ്ലാന്റേഷൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് കാണുന്നത്. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ കാണും. പക്ഷെ നമുക്ക് ഈ ചിക്മംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കോഫി തോട്ടങ്ങൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൂടെ റൈഡ് ചെയ്യാൻ.
അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ചിക്മംഗ്ലൂറുള്ള ബാബ ബുദൻഗിരി വ്യൂ പോയിന്റിന്റെ എൻട്രി പോയിന്റിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കാറിലും പിന്നെ ഇച്ചിരി വലിയ വെഹിക്കിൾസിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മേളിലോട്ട് നടന്നു പോകേണ്ടതാണ് കേട്ടോ ഗൈസ്. കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഈ മേളിലോട്ട് ഓഫ് റോഡാണ്, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചെറിയ വെഹിക്കിൾസ് ഒന്നും അങ്ങോട്ട് പോകത്തില്ല കേട്ടോ ഗൈസ്. 4x4 വെഹിക്കിൾസ് ആണെങ്കിൽ ഈസി ആയിട്ട് കയറി പോകും. പിന്നെ ബൈക്സും നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഓഫ് റോഡിങ്ങിലോട്ട് വീണ്ടും കിടക്കുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ജേണിയും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഫോറസ്റ്റ്, കോഫി പ്ലാന്റേഷൻ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈൻസ് ആണ് നമ്മളിപ്പം കയറി വന്നപ്പോൾ കിട്ടിയത് നമുക്ക്. പിന്നെ ഇനി നമ്മൾ മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു സെയിം റൂട്ടിൽ തന്നെയാണ് മാണിക്യധാര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ ചിക്മംഗ്ലൂറുള്ള ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അതും ഈ സെയിം റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഗൈസ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ മേളിൽ ടോപ്പ് എത്തിയതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ പോകണം ആ ഫോൾസ് എത്താനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആ ഫോൾസും കൂടെ വിസിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിത് ഇപ്പോൾ ബാബ ബുദൻഗിരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ചിക്മംഗ്ലൂർ തന്നെ ഉള്ള ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത്. ഒരു രക്ഷയില്ലാതെ കാറ്റാണ് കേട്ടോ ഇവിടെ. നമുക്ക് എന്നിട്ട് അങ്ങോട്ട് നമുക്കിനി കുറച്ച് നടക്കാനുണ്ട്. അത്രയും നടന്ന് വെളിയിൽ കയറുമ്പോൾ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അടിപൊളിയാണ്. വാ, നമ്മളിപ്പം ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. നമുക്കിനി ഇവിടെ കൂടെ ഇങ്ങനെ പോയി അങ്ങ് മേളിലെത്തണം. ഗൈസ്, അപ്പോൾ ഇതാണ് ഈ ബാബ ബുദൻഗിരി പീക്കിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് പോയിന്റ് എന്നുള്ള വ്യൂ കേട്ടോ ഗൈസ്. അടിപൊളി വ്യൂ തന്നെയാണ്. നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ ഭയങ്കര കുളിർമയേകുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഗൈസ്. ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മേളിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു തണുത്ത കാറ്റാണ് കേട്ടോ ഗൈസ്. എപ്പോഴും നമുക്ക് ഈ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങോട്ടുള്ള ഈ ഒരു ട്രെക്കിങ്ങും ഈ ഒരു 360 വ്യൂ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ബാബ ബുദൻഗിരി പീക്കിന്റെ ആ ഒരു 360 ഡിഗ്രി വ്യൂ ഒക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മളിപ്പം തിരിച്ചിറങ്ങുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നേരെ മാണിക്യധാര വാട്ടർഫോൾസ്, അതിനുശേഷം നമ്മളൊരു ഹിഡൻ വാട്ടർഫോൾസ് ഇൻ ചിക്മംഗ്ലൂരിലോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ്. അതിന്റെ പേര് ഞാനിപ്പം പറയുന്നില്ല, സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോ അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഗൈസ്. നമ്മളവിടെ പോയി കുളിക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യം തന്നെ കാണിച്ച റെഡ്ഡീസ് ഹോം സ്റ്റേ ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിക്മംഗ്ലൂർ വന്നിട്ട് ഒരു യുണീക്ക് പ്രോപ്പർട്ടി താമസിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെഡ്ഡീസ് ഹോം സ്റ്റേ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ നമ്പറും ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.